ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ ഫൈനലി ആപ്പിൾ അവരുടെ ഹിയറിംഗ് എയ്ഡ് ഫീച്ചർ ഇന്ത്യയിൽ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇത് യൂറോപ്യൻ കൺട്രീസിലൊക്കെ ഒരു 3 മാസം മുമ്പ് ഞാൻ iOS 18 റിലീസ് ചെയ്ത കൂട്ടത്തിൽ തന്നെ ഈ ഒരു ഫീച്ചർ റിലീസ് ചെയ്തിരുന്നു. ഇന്ത്യയിൽ ഇപ്പോഴാണ് റിലീസാകുന്നത്. ഒരു 2 വീക്സ് മുമ്പ് ആപ്പിൾ അവരുടെ എയർപോഡ്സ് പ്രോ സെക്കൻഡ് ജനറേഷന് ഒരു അപ്ഡേറ്റ് റിലീസ് ചെയ്തിരുന്നു. ഒരു 7E93 എന്ന് പറയുന്ന ഒരു അപ്ഡേറ്റ്, സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ആ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേറ്റിലാണ് നമുക്ക് ഈ ഒരു അപ്ഡേറ്റ് കിട്ടിയത്. നമുക്കിവിടെ അപ്ഡേറ്റ് റിസീവ് ചെയ്ത സമയത്ത് തന്നെ ഞാനൊരു ഹിയറിംഗ് എയ്ഡ് ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പോൾ എനിക്ക് അതിനകത്ത് റിസൾട്ട് 16 dB ഹിയറിംഗ് ലോസ് എന്നാണ് എനിക്ക് കിട്ടിയത്. ഞാൻ പിന്നീട് ആപ്പിളിൻ്റെ വെബ്സൈറ്റിലൊക്കെ കയറി നോക്കി. അപ്പോഴത്തേക്കും 25 dB വരെ യാതൊരു പ്രശ്നമില്ലെന്നാണ് അതിനകത്ത് എഴുതിയിരിക്കുന്നത്. ആപ്പിളിൻ്റെ എയർപോഡ്സ് സെക്കൻഡ് ജനറേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഫീച്ചർ അവൈലബിൾ ആകുക കേട്ടോ. അപ്പോൾ കൂടുതൽ സംസാരിച്ച് സമയം കളയുന്നില്ല, നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഹിയറിംഗ് ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്തതെന്ന് നോക്കാം. അപ്പോൾ ഇപ്പോൾ കിട്ടാൻ പോകുന്ന റിസൾട്ടും നേരത്തെ കിട്ടിയ റിസൾട്ട് തമ്മിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. എത്രത്തോളം ആക്യുറേറ്റ് ആണെന്ന് നമുക്ക് നോക്കാം. ഹിയറിംഗ് ടെസ്റ്റ് ചെയ്യുന്നതിന് എയർപോഡ്സ് കണക്ട് ചെയ്ത ശേഷം സെറ്റിംഗ്സിൽ എയർപോഡ്സിൻ്റെ പേജിലേക്ക് പോവാം. അപ്പോൾ അവിടെ നമ്മൾ സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോഴത്തേക്കും ടേക്ക് എ ഹിയറിംഗ് ടെസ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കുക. അപ്പോൾ നമ്മളൊരു 3 ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. ഒന്ന് നമുക്ക് ഏജ് 18+ മുകളിലാണെന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ എന്തെങ്കിലും അലർജീസ് വല്ലതും ഉണ്ടോ, പിന്നെ ഈ അടുത്ത് വല്ലതും ലൗഡ് സൗണ്ടിന് വല്ലതും എക്സ്പോസ് ആയിട്ടുണ്ടോ, അങ്ങനത്തെ ഒരു 3 ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്. അതിൽ ആൻസർ കൊടുത്ത ശേഷം നെക്സ്റ്റ് എയർപോർട്സ് തന്നെ നമ്മുടെ ചുറ്റുമുള്ള സൗണ്ട് ക്വയറ്റ് ഒരു റൂമാണോ എന്ന് നോക്കും. സൗണ്ട്സ് ഓക്കെ ആണെങ്കിൽ അടുത്ത ഇതിലേക്ക് പോകും. പിന്നെ അതിൻ്റെ ഫിറ്റ് നോക്കും. എയർപോഡ്സ് നമ്മുടെ ഇയറിൽ നല്ല ഫിറ്റായിട്ടാണ് ഇരിക്കുന്നത്, അത് എയർപോഡ്സ് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഫിറ്റ് ഗുഡ് ആണെന്നുണ്ടെങ്കിൽ നേരെ ഡു നോട്ട് ഡിസ്റ്റർബ് മോഡിലേക്ക് പോകും. ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് അറിഞ്ഞിരിക്കേണ്ട എല്ലാ ഇൻസ്ട്രക്ഷൻസും ആപ്പിൾ തന്നെ തരുന്നുണ്ട്. ആദ്യം നമുക്ക് ലെഫ്റ്റ് ഇയറിൻ്റെ ആയിരിക്കും ടെസ്റ്റ് ചെയ്യുക, അതിനുശേഷം റൈറ്റ് ഇയറും. ബേസിക്കലി ആപ്പിൾ ഈ ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എയർപോഡ്സിലേക്ക് വളരെ ടൈനി ആയിട്ടുള്ള വോയിസുകൾ ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കും. ചെറിയ ബീപ്പ് സൗണ്ടുകളാണ് ഇങ്ങനെ അയച്ചുകൊണ്ടേയിരിക്കുക. നമ്മളത് കേട്ടിട്ട് നമ്മളത് കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ സ്ക്രീനിൽ റെക്കോർഡ് ചെയ്യണം. അപ്പം നമുക്ക് എത്രത്തോളം ചെറിയ വോയിസുകൾ കേൾക്കാൻ പറ്റുന്നോ അതനുസരിച്ചാണ് നമ്മുടെ ആക്യുറസി, നമുക്ക് എത്രത്തോളം ഹിയറിംഗ് ലോസ് ഉണ്ട് എന്ന് ആപ്പിൾ കണ്ടുപിടിച്ച് നമുക്കൊരു റിപ്പോർട്ട് തരുന്നത്. അപ്പം നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഹിയറിംഗ് ലോസ് ഉള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ, നിങ്ങൾ ഇന്നവരെ ഡോക്ടേഴ്സിനെ ഒന്ന് കൺസൾട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ എയർപോഡ്സ് പ്രോ സെക്കൻഡ് ജനറേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ഒരു ടെസ്റ്റ് ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പം ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഹിയറിംഗ് ലോസ് എല്ലാം കാണുവാണെങ്കിൽ ഒന്നെങ്കിൽ നമുക്ക് നമ്മുടെ എയർപോഡ്സ് തന്നെ ഹിയറിംഗ് എയ്ഡായിട്ട് തൽക്കാലത്തേക്ക് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോയി കൺസൾട്ട് ചെയ്തിട്ട് പുതിയൊരു ഹിയറിംഗ് എയ്ഡ് വെക്കാം. അങ്ങനെ വേണമെങ്കിൽ നമുക്കൊന്ന് ചെയ്ത് നോക്കാവുന്നതാണ്. ഇപ്പോൾ സ്ക്രീനിൽ നമുക്ക് കാണാം നമ്മുടെ ലെഫ്റ്റ് ഇയറിൻ്റെ ടെസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ റൈറ്റ് ഇയറിൻ്റെ ടെസ്റ്റാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും കാരണവശാൽ നമ്മൾ ഇരിക്കുന്നിടത്ത് സൗണ്ട് കൂടുതലാണെങ്കിൽ ടു ലൗഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ പിന്നീട് സൗണ്ട് നോർമൽ ആയതിനു ശേഷം മാത്രമായിരിക്കും നമ്മുടെ ടെസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ നോയ്സ് ഉള്ളിടത്തിരുന്നാണ് ടെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആപ്പിൾ തരുന്ന ഇൻപുട്ട് നമുക്ക് പ്രോപ്പറായിട്ട് കേൾക്കാൻ സാധിക്കാതെ വരികയും നമുക്ക് കിട്ടുന്ന റിസൾട്ട്സിൽ ഒരുപാട് വേരിയേഷൻ ഉണ്ടാകുകയും ചെയ്യുന്നതാണ്. നമ്മുടെ ടെസ്റ്റ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഷോ റിസൾട്ടിൽ ടാപ്പ് ചെയ്താൽ നമുക്ക് റിസൾട്ട് കാണാനായിട്ട് സാധിക്കും. ഒന്ന് ടാപ്പ് ചെയ്ത് നോക്കാം. റിസൾട്ട് നേരത്തെ കിട്ടിയിട്ട് ഏകദേശം സെയിം ആണ്. റൈറ്റ് ഇയർ ചെയ്തപ്പോഴത്തേക്ക് ഞാൻ ഓർക്കുന്നുണ്ട്, അറിയാതെ രണ്ടാഴ്ചൻ്റെ കയ്യിൽ നിന്ന് തട്ടിയായിരുന്നു. അതാന്ന് തോന്നുന്നു 21 അല്പം ഒന്ന് കുറഞ്ഞ് കാണിച്ചത്. അപ്പം എനിവേ എനിക്കിത് ഡൺ എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. അതേപോലെ തന്നെ സെറ്റപ്പ് ഹിയറിംഗ് ആയിട്ടുണ്ട്. നമുക്ക് സെറ്റപ്പ് ഹിയറിംഗ് ആയിട്ട് നോക്കാം. അപ്പോൾ ഹിയറിംഗ് ആയിട്ട് സെറ്റപ്പ് ചെയ്യാനുള്ള ഇത് വന്നിട്ടുണ്ട്, ഓപ്ഷൻ വന്നിട്ടുണ്ട്. എയർപോഡ്സ് ഒരു ക്ലിനിക്കൽ ഗ്രേഡ് ഹിയറിംഗ് എയ്ഡായിട്ട് യൂസ് ചെയ്യാമെന്നാണ് പറയുന്നത്. ഗെറ്റ് സ്റ്റാർട്ടഡ് കൊടുക്കാം. നമുക്കൊരു ഇത് യൂസ്ഡ് ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കുമെന്ന് പറയുന്നുണ്ട്. നോക്കാം, നെക്സ്റ്റ് കൊടുക്കാം. സോ ഹിയറിംഗ് എയ്ഡ് ഈസ് റെഡി എന്ന് പറയുന്നുണ്ട്. ടേൺ ഓൺ ഹിയറിംഗ് എയ്ഡ് എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ടാപ്പ് ചെയ്യാം. ഓക്കെ, നമുക്ക് കൺട്രോൾ സെൻട്രൽസിൽ ഇതിൻ്റെ ഓപ്ഷൻ വരുമെന്നാണ് പറയുന്നത്. നമുക്ക് അതിൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. നമുക്ക് കൺട്രോൾ സെൻറ്റർ ആക്ച്വലി ഞാനൊരു 2-3 മിനിറ്റ് ഇതൊന്ന് യൂസ് ചെയ്ത് നോക്കിയായിരുന്നു. കൺട്രോൾ സെൻറ്ററിൽ അങ്ങനെ ഓപ്ഷൻ ഉണ്ട്. നമ്മുടെ എയർപോഡ്സിൻ്റെ വോളിയം അപ്പ് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ സൈഡിലായിട്ട് ഹിയറിംഗ് എയ്ഡിൻ്റെ വോളിയം അപ്പ് ചെയ്യാൻ പറ്റും. ഞാൻ മൊബൈലിൽ ചെറിയൊരു വോയിസ് ഒക്കെ ഒന്ന് കേട്ട് നോക്കി, ഈ ഹിയറിംഗ് എയ്ഡ് ഹൈയിൽ വോളിയത്തിൽ വെച്ചിട്ട്.
നല്ലപോലെ ഇത് ആംപ്ലിഫൈ ചെയ്ത് കേൾപ്പിക്കുന്നുണ്ട്. ശരിക്കും ഹിയറിംഗ് എയ്ഡായിട്ട് നല്ലപോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. എയർപോഡ്സ് തന്നെ അതിനകത്ത് ആപ്പിൾ തന്നെ അതിനകത്ത് പറയുന്നുണ്ട് ക്ലിനിക്കൽ ഹിയറിംഗ് എയ്ഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാമെന്ന്. അതുപോലെ തന്നെയാണ് നല്ല രീതിയിൽ ചെറിയ ചെറിയ സൗണ്ടുകൾ പോലും നല്ലപോലെ ആംപ്ലിഫൈ ചെയ്ത് കേൾപ്പിക്കുന്നുണ്ട്. സോ ഒരു സംശയമില്ലാതെ തന്നെ പറയാം, നല്ല യൂസ്ഫുൾ ആണ് ഈ ഫീച്ചർ. ഇതിനകത്ത് തന്നെ സെറ്റിങ്സിനകത്ത് ഞാൻ നോക്കുമായിരുന്നു, നമുക്ക് വോളിയം ശരിക്കും ഈ കാണുന്ന അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എയർപോഡ്സിൻ്റെ കൺട്രോൾ സെൻറ്ററിൽ കാണുന്ന സെയിം അഡ്ജസ്റ്റ്മെൻറ്റ് തന്നെയാണ് അത് കാണുന്നത്. ഇതിനകത്ത് രണ്ട് എയർപോഡ്സിൻ്റെയും വോളിയംസ്, അതായത് ലെഫ്റ്റ് സൈഡിലെയും റൈറ്റ് സൈഡിലെയും എയർപോഡ്സിൻ്റെ വോളിയംസ് ഡിഫറെൻ്റ് ആയിട്ട് തന്നെ സെറ്റ് ചെയ്യാനായിട്ട് ഒക്കെയുള്ള ഓപ്ഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ആംബിയൻ സൗണ്ടൊക്കെ ഒന്ന് കുറയ്ക്കാനും, മീൻസ് എന്ന് പറഞ്ഞാൽ ചുറ്റുമുള്ള സൗണ്ടൊക്കെ ഒന്ന്, സറൗണ്ടിങ്സിലെ സൗണ്ടൊക്കെ ഒന്ന് കുറയ്ക്കാനും അപ്പോൾ ഒക്കെയുള്ള ഓപ്ഷൻസ് ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിത് ഒരിക്കൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ താഴേക്ക് വരുമ്പോഴത്തേക്കും റീസെറ്റ് ഓൾ ട്യൂണിങ്സ് എന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പം ഇത് ട്യൂണിങ്സ് എല്ലാം ഡിഫോൾട്ട് ആയിട്ടുള്ള രീതിയിലേക്ക് റീസെറ്റ് ചെയ്യാനും നമുക്ക് സാധിക്കുന്നുണ്ട്. അതിനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത്. സോ ഞാനിതിപ്പോൾ യൂസ് ചെയ്ത് ഇതിൽ നിന്നുള്ള ആംപ്ലിഫൈ ചെയ്തുള്ള സൗണ്ടൊക്കെ കേട്ടപ്പം എനിക്ക് തോന്നിയൊരു കാര്യം, ചില ആളുകൾക്ക് ഹിയറിംഗ് ലോസ് ഉണ്ട്, പക്ഷേ എന്നാൽ അവർക്ക് ഹിയറിംഗ് എയ്ഡൊക്കെ വെച്ച് നടക്കാണ്ട് ഒരു ബുദ്ധിമുട്ട് ഉള്ളവരുണ്ടാവും. അപ്പം അങ്ങനത്തെ ഉള്ളവർക്ക് ഇത് വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. കാരണം ഈ എയർപോഡ്സ് വെച്ച് നടക്കുമ്പോഴത്തേക്കും അവർക്ക് അങ്ങനെ ഒരു ചമ്മലോ അങ്ങനെയൊന്നും തോന്നേണ്ട കാര്യമില്ല. അവർക്ക് ഹിയറിംഗ് ലോസ് ഉണ്ടെന്ന് മറ്റുള്ളവരെ അറിയിക്കേണ്ട കാര്യമില്ല. പക്ഷേ എന്നാൽ അവർക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒരു പരിധി വരെ കുറയ്ക്കാനായിട്ട് സാധിക്കും. സോ നിങ്ങളുടെ പരിചയത്തിൽ ആർക്കെങ്കിലും ഒക്കെ ഹിയറിംഗ് ലോസിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അവർക്ക് എയർപോഡ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് പറഞ്ഞു കൊടുക്കുക, ഇങ്ങനൊരു ഫീച്ചറുണ്ട്, ഒന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാൻ പറയാം, യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പം വീണ്ടും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.